നമ്മുടെ കുളത്തിൻ്റെ പണിയാണ് കേട്ടോ. കുളത്തിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് നോക്കാം. നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന പഴയ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ കുളത്തിലിട്ടേക്കായിരുന്നു. അപ്പോൾ അതിൽ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടോ നമ്മൾ കഴുകുന്നത്. നമ്മൾ അടിവശം കഴുകിയിട്ടുണ്ടായിരുന്നു ആദ്യം, പിന്നെ സൈഡൊക്കെ വരച്ച് കഴുകുകയാണ്. ഈ സൈഡൊക്കെ ഇനി കഴുകാണ്ട് കേട്ടോ. ഇവിടെ ചെളി കണ്ടോ, ഈ ചെളിയൊക്കെ നമുക്ക് കഴുകി കഴുകണം കേട്ടോ. ഇവിടെ കാണുന്ന ചെളിയൊക്കെ ഓരോ സൈഡായിട്ട് നമ്മൾ കഴുകിക്കൊണ്ട് വരികയാണ്. അച്ഛൻ അവിടെ നിന്ന് വെള്ളം അടിച്ച് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു കുഴിയുണ്ട് കേട്ടോ. നമുക്ക് വേസ്റ്റൊക്കെ വന്ന് അടിയാൻ വേണ്ടിയിട്ട് സെൻട്രലായിട്ടൊരു കുഴിയുണ്ട് ഇവിടെ. പിള്ളേർ വന്നിട്ട് അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നത് കഴുകിയിട്ട് വെള്ളം നിറയ്ക്കാണ് കേട്ടോ. വെള്ളം നിറച്ച് തുടങ്ങിയാൽ 2-3 ദിവസത്തിനുള്ളിൽ കുളം നിറയുള്ളൂ. ഏകദേശം ഒരു 30,000 ലിറ്റർ വെള്ളം അതിൽ കൊള്ളു കേട്ടോ. വെള്ളം നിറച്ചിട്ട് നമ്മൾ ഒരാഴ്ച ഇങ്ങനെ ഇട്ടിട്ട് pH ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കുഞ്ഞിനിടാൻ പറ്റുള്ളൂ. കുഴിയുണ്ട്, നമ്മളപ്പോൾ അതിൽ വെള്ളം ഒഴിവാക്കുകയാണ്. ഇവിടെ നിന്നൊരു പൈപ്പിൽ വെള്ളം കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതങ്ങ് വിടും കേട്ടോ. താഴേക്ക് ഇട്ടിട്ടുണ്ട് പൈപ്പ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നീ ഇവിടെ കുഴിയിൽ നിൽക്കുന്നത് പോകുന്നുണ്ടോ? ഈ വെള്ളം പോയി കഴിഞ്ഞിട്ട് അത് ഇവിടെയൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടി ഒന്ന് ക്ലീൻ ആക്കി കിട്ടും. കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വെള്ളം നിറയ്ക്കും കേട്ടോ. നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. വെള്ളം പോയി കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാണിച്ചുതരാം. 2 പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പോയി ഒരു ചെറിയ കുഴി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ കുഴിയിലോട്ട് ചവറ് മറ്റേ ചപ്പെല്ലാം കൂടെ വന്ന് വീഴും. പിന്നെ അതെല്ലാം കൂടെ കോരിക്കളഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ഫുള്ള് വെള്ളം അടിച്ചിട്ട് മണ്ണെല്ലാം കൂടെ ഒന്ന് കോരിക്കളയണം കേട്ടോ. പിന്നെ വെള്ളം പോയി കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാം. അങ്ങനെ വെള്ളമൊക്കെ പോയിട്ട് ഇപ്പോൾ കുഴിയിൽ മാത്രം വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ കളഞ്ഞിട്ട് അതിൽ കുറച്ച് ചെളിയും കൂടെ ഉണ്ട്. അതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വെള്ളം നിറയ്ക്കും കേട്ടോ. ഇതിൽ മക്കൾസൊക്കെ ഇവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി ചാടണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുളമൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെള്ളം അടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് നമ്മൾ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഓഫാക്കും. അത് കഴിഞ്ഞ് പിന്നെ കുളത്തിൽ വെള്ളമായി കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് നിറയ്ക്കാൻ പറ്റും കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഇനിയിപ്പം അടുത്തത് മീനിടും, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഫാമിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഒന്ന് എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് അറിയാത്ത എന്തെങ്കിലും. നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, പക്ഷേ സക്സസ് ആയിട്ടില്ല. അപ്പോൾ 2ാമത്തെ വട്ടം നമ്മൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. എല്ലാവരും ഫോളോ ഒന്ന് ചെയ്ത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. ഷെയറൊക്കെ ചെയ്യുക. മീൻ വളർത്തുന്ന എല്ലാവർക്കും ഓക്കെ.